ഹലോ, നമസ്കാരം. കേരളം ദുഃഖത്തിലാണ്. വാൽപ്പാറ അപകടം കേരള ജനതയെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. വാർത്തകളും ചാനലുകളിലെ ദൃശ്യങ്ങളുമൊക്കെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഒരു വിദ്യാലയം മുഴുവൻ കണ്ണീരിലാകുന്ന അവസ്ഥ നാടും ഏറ്റെടുത്തു. പക്ഷെ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം, ഇന്നലെ വാർത്തയൊക്കെ ചാനലുകളിൽ കാണിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കമൻറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, കമൻറ്റുകൾ നോക്കി, വായിച്ചു നോക്കി. അവിടെ സങ്കടം തോന്നി. കാരണം വലിയൊരു ദുരന്തം കേരളം അഭിമുഖീകരിക്കുന്ന ഈ സമയത്തും രാഷ്ട്രീയവും മതവും പറഞ്ഞ് മരണത്തിൻ്റെ കാരണങ്ങളിൽ പോലും രാഷ്ട്രീയവും മതവും കുത്തിക്കയറ്റുന്ന ചിലർ ഇവിടെ ഉണ്ടാകുമല്ലോ. അത്തരത്തിലുള്ള ചിലർ വലിയ ദുഃഖത്തിലാകുമ്പോൾ അവിടെയും അതിൻ്റെ കാരണം മതപരമായ ചിന്തകളും രാഷ്ട്രീയപരമായ ചിന്തകളുമാണെന്ന് പറയുന്ന ചിലർ, അവരെ ഒറ്റപ്പെടുത്തേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കാരണം കേരളം എന്ന നമ്മുടെ സംസ്ഥാനത്തിന് വലിയൊരു കരുത്തുണ്ട്, ഒരുമയുടെ കരുത്താണത്. ഏതൊരു പ്രതിസന്ധിയിലും ദുരന്തങ്ങളിലും ജാതി മത രാഷ്ട്രീയ ചിന്തകളില്ലാതെ ഒരുമയോടെ നിൽക്കും അവർ ജീവൻ രക്ഷിക്കുവാനും മുറിവേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുവാനും രക്തം കൊടുക്കുവാനും ഒക്കെ ജാതി മത രാഷ്ട്രീയ ചിന്തകളില്ലാതെ ഒരുമിച്ച് നിൽക്കുന്നൊരു സംസ്കാരം നമുക്കുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു നന്മയുടെ ഒരുമ നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലാ ദുരന്തങ്ങളും നമ്മൾ അതിജീവിക്കും. അവിടേക്ക് നുഴഞ്ഞു കയറുന്ന ഇത്തരത്തിലുള്ള ചിന്തകളെ ഇല്ലായ്മ ചെയ്യേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. വിഷവിത്തുകൾ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തകളിൽ വിഷം നിറച്ചവരെ ഒറ്റപ്പെടുത്തുവാനും നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകണം. അതെ, ദയവ് ചെയ്ത് ഇതുപോലുള്ള സംഭവങ്ങളിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇല്ലാതിരിക്കട്ടെ. കാരണം നമ്മുടെ നാട് ഒരുപാട് മനസ്സുകളിൽ ദൈവങ്ങൾ ജീവിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. വാൽപ്പാറ അപകടത്തിൽപ്പെട്ടവർക്ക് പ്രണാമം.